ജയചന്ദ്രൻ സാറിന്റെ കൂടെയൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോസ് അതെ അല്ലേ അല്ല പോയിട്ടില്ലേ? ഒരു സ്റ്റേജ് ഷോ ചെയ്തിട്ടുള്ളൂ. അതെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും മെമ്മറി? അത് ഈ കൈരളി ടിവിക്ക് തന്നെയാണ് നിശാഗന്ധിയില് വെച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ജയചന്ദ്രൻ സാറ് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റേജിൽ എനിക്ക് പാടാൻ അവസരം കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്ക് സ്റ്റേജിൽ വെച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല എന്തെങ്കിലും പാട്ടിൽ തിരുത്തേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശമൊക്കെ തന്നിരുന്നോ അന്ന്? അന്നേരം പാട്ട് കേൾക്കുന്നതിന് മുന്നേ ആണ് ഫോട്ടോ എടുക്കാൻ പോയത്. അതുകൊണ്ട് ഒന്നും പറയാണ്ടി വന്നില്ല എന്നൊക്കെ. ഓക്കെ. അപ്പോൾ ജയചന്ദ്രൻ സാറിന്റെ ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കോമ്പറ്റീഷനൊക്കെ പാടുന്ന ലൈറ്റ് മ്യൂസിക് ആയിരുന്നു ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ആ പാട്ട് കോമ്പറ്റീഷനൊക്കെ പാടി ഫസ്റ്റൊക്കെ കിട്ടി. നല്ലൊരു ഓർമ്മയുള്ളൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ് ജയചന്ദ്രൻ സാറിൻ്റെ. അത് പാടാൻ ശ്രമിക്കാം. ശരി. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ആഹാ. ശരിക്കും ഈ പാട്ടിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സിനിമാ പാട്ടോ ഒന്നുമല്ല, പക്ഷെ അത്രയധികം ഹിറ്റാണ് അല്ലേ? അതിന്റെ ഒരു റീസൺ അതിന്റെ സംഗീതവും അതുപോലെ ലിറിക്സും ഒക്കെയാണ്. ഇപ്പൊ ലിറിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അമ്മ പാടുകയാണ്, കുയിലിനോട് പറയാണ് പതുക്കെ പാട്, എന്റെ കുഞ്ഞ് ഉറങ്ങുകയാണ്, ഉറങ്ങിക്കോട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അത് ആ വരികളും ആ സംഗീതമൊക്കെ അങ്ങ് കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര അപാരമാണ്. അതാണ് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നതും. ഈ പാട്ട് നല്ല മനസ്സിൽ നിൽക്കുന്ന പാട്ടാണ്.